ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ ഇവിടെ നിന്ന് മൂന്നാറിലെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഡാമും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ട്. രാവിലെ 6:30 ആയതേ ഉള്ളൂ. പക്ഷേ നമ്മൾ മൂന്നാറിൻ്റെ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത്. അതാണ് ഇത്ര മഞ്ഞ് കുറവ്. പിന്നെ ചെവിയിൽ രാവിലെ തന്നെ പൂക്ക് എടുത്ത് വെച്ചു. അപ്പോൾ അവന്മാരെല്ലാം കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം രാവിലെ അവരൊക്കെ വിളിച്ചെണീപ്പിച്ചിട്ട് നമ്മൾ ട്രാവലറിലാണ് വന്നത്. അപ്പോൾ അതിൽ പോകണം. അപ്പോൾ അത്യാവശ്യം വന്ന വീഡിയോസൊക്കെ ഇന്നലെ നിങ്ങൾ കണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മൂന്നാറിലെ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ 2 ദിവസത്തെ വീഡിയോ ഒറ്റ വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഒരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഉണ്ടോയെന്ന് വെച്ചാൽ വെള്ളം വളരെ കുറവാണ്. പക്ഷേ വേറെ എന്തൊക്കെ ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ട്. എന്താ ഞാൻ പേടിച്ചാണിരിക്കുന്നത്, ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. എന്തെങ്കിലും പുലി ഉണ്ടെന്ന് തന്നെ അറിഞ്ഞൂടാ. നല്ല കാടാണ് കേട്ടോ. ബാക്കിൽ ഇങ്ങനെ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല കാടാണ്. ഇന്നലെ പന്നിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സൂക്ഷിക്കണ്ടു നിന്നില്ലെങ്കിൽ നമുക്ക് താമസിച്ച സ്ഥലം ആ കാട്ടിലെ മണ്ടയിലാണ്. അപ്പോൾ രാവിലെ ഇപ്പം ഒറ്റയ്ക്ക് ഞാൻ നേരത്തെ എണീച്ച് വന്നതേ ഉള്ളൂ. അപ്പം അടിപൊളി, എന്തായാലും കൊള്ളാം. അപ്പം നിങ്ങളിന്ന് കാണാൻ വന്ന മൂന്നാറിലെ കുറച്ച് വിശേഷങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് തുടങ്ങാം, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയിലോട്ടോ. ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി കാണിച്ചതെന്ന് പറഞ്ഞ സ്ഥലമില്ലേ, ഇവിടെ ഇങ്ങനെയാണല്ലേ കിടന്നത് ഇന്നലെ. വഴിയൊക്കെ ഉണ്ട്. എവിടെ വാട്ടർഫോൾസ്? താഴെ എവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, അറിയില്ല. അപ്പോൾ അവരും കൂടെ എണീച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ നമുക്ക് ചെരുപ്പിട്ടിട്ട് പോകാമല്ലോ. നമുക്ക് ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. നമുക്ക് ചെരുപ്പിടട്ടെ. ഇതുവഴിയാണ് നമുക്ക് പോകാനുള്ളത്. തുറന്നിട്ടുണ്ട്. ആരും പോയില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഒന്ന് പോയിട്ട് വരാം. അവിടെ പന്നിയുടെ ശല്യമൊക്കെ ഉണ്ട്. പന്നിയുണ്ട്, ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്, വേറെ വലിയ മൃഗങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇങ്ങോട്ടുള്ള വഴി. ഇങ്ങോട്ടൊരു വഴി കിടപ്പുണ്ട്. നമുക്ക് ഇങ്ങോട്ടോ. പിന്നെ ഇവിടെയൊക്കെ അതിൻ്റെ ഏലമാണെന്നു, ഏലം കൃഷിയൊക്കെ ഉണ്ടെന്നു. വഴികൊള്ളാം. ഒറ്റയ്ക്കാണ് ഇറങ്ങി പോണത്. ഒരു പൂരിക്കട്ടെ, ചെവിയിൽ വയ്ക്കാം. കൊള്ളാം. ഇവിടെ വെള്ളച്ചാട്ടം. ആരെ ശബ്ദമൊക്കെ അങ്ങ് കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആളെ പറ്റിക്കാൻ വേണ്ടി ശബ്ദം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഓ, ഇവിടെയാണ് വെള്ളച്ചാട്ടം. പാറ കിടപ്പുണ്ട് കണ്ടോ. വെള്ളമില്ല, അരുവി ലോസ്റ്റായി. ഇതുവഴി പോകണോ? ഇതുവഴി പോകണം. അവിടെ ഇതുവഴി അവിടെ ആരും ഇരിപ്പുണ്ട്. ഇതാണ് അരുവി. ഇവിടെ വെള്ളമില്ല. ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. ഇത്ര വെള്ളം മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പം പൈപ്പിൽ വെള്ളമൊക്കെ എടുക്കണുണ്ടോ എന്ന് പറഞ്ഞാണ്. അതിന് കൊള്ളാം. കാട്. ഇവിടെ ഇപ്പോൾ ഒരു പുലി വന്ന് എന്ത് ചെയ്യേ ഓടും. അവിടെയൊക്കെ ഉണ്ട്. അവിടെ പോയി നമുക്കൊരു തമിഴിലെല്ലാം പറ്റുമെങ്കിൽ എടുക്കാം. കൊള്ളല്ലേ പൂ വെച്ചപ്പോൾ വെറുതെ വെച്ചാണ്. സത്യം പറഞ്ഞാൽ രാവിലെ ഇൻട്രോയും കാര്യങ്ങളൊന്നുമില്ല. ഒറ്റയ്ക്ക് എന്തായാലും കാണുന്നില്ല പൂ വെച്ചാൽ. നമുക്ക് പതി അങ്ങോട്ട് പോവാം. വേണ്ടായിട്ട് നമുക്കത് അങ്ങോട്ട് പോവാം. അപ്പം രാവിലെ ഒറ്റയ്ക്ക് എണീച്ചിറങ്ങിയിട്ടുണ്ട്. പല്ലൊന്നും തേച്ചില്ല. രാവിലെ അല്ലാതെ മുഖം കഴിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാണ്. അപ്പം ഇന്നലത്തെ ഇൻട്രോ എടുത്തില്ല, ഔട്ട്ഡോർ എടുത്തില്ല. വീഡിയോ ഒക്കെ പറ്റുന്ന പോലെയൊക്കെ ചുണ്ട്. കാരണം അതുവഴിക്ക് ഇറങ്ങി പോകണ്ടേ. ഇതുവഴി തന്നെ ഇപ്പോൾ വീഴുന്ന വെള്ളത്തിൽ തന്നെ കിടക്കുമല്ലോ. ഇല്ല പാമ്പോ. വെള്ളത്തിന് തണുപ്പുണ്ടോ നോക്കട്ടെ. മീനൊക്കെ ഉണ്ട് വെള്ളത്തിൽ. എന്താ ഒരു തണുപ്പ്. ഇവിടെ നിന്നെല്ലാം കുളിച്ചാൽ മതിയായിരുന്നു. ഇത്ര വെള്ളത്തിൽ കുളിക്കാൻ പറ്റുമോ? മിക്കവാറും ഞാൻ ഇവിടെ തന്നെ കാണുന്നത്. അങ്ങോട്ടുണ്ടോ? അങ്ങോട്ട് കൊള്ളാം. മാങ്ങയൊന്നുമില്ല. മാങ്ങയൊക്കെ അടിപൊളിയായിരുന്നു. ചെരുപ്പെടുത്തണം. നീ വെള്ളം വെച്ച് കടിച്ചു തന്നല്ലോ. ഓ, കാട്. രാവിലെ തന്നെ കാട്ടിൽ നിന്ന് പറഞ്ഞ ശബ്ദങ്ങൾ കേൾക്കണുണ്ട്. ഇപ്പം 6:45 ഉള്ളൂ. പക്ഷെ ഇവിടെ നേരത്തെ വിളിക്കുന്നു എന്തോ. ഇതുവഴിക്ക് വെള്ളം വീണോ. കുറച്ചേ ഉള്ളൂ. വേനലായതുകൊണ്ട് വെള്ളം ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ
പക്ഷെ ഒരു കാട് ആംബിയൻസ് ഉണ്ടല്ലേ, പാമ്പുണ്ടാന്ന് ഇന്ന് വെച്ചോണ്ടിരിക്കും. അത് വലിയ മരമൊക്കെ നിൽക്കൊണ്ടുണ്ടോ. ഒറ്റയ്ക്കാണ് വന്നത്, ഇവിടെ കിടക്കും മിക്കവാറും. പക്ഷെ ഇതറിഞ്ഞ രാത്രി ഇവിടെ വരായിരുന്നു. കൊള്ളാമല്ലേ, അടിപൊളി. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കണുണ്ട്, ചവിട്ടുന്ന പോലെയൊക്കെ ശബ്ദം കേൾക്കണുണ്ട്. പന്നിയാണോ അതോ ഇനി പുലി വല്ല ഇറങ്ങിയാണെന്ന് പറഞ്ഞാണ്. ഇങ്ങോട്ടൊക്കെ ഉണ്ടോ വെള്ളച്ചാട്ടം ഇല്ല, അല്ലെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നതിന്. ഉണ്ട് ഇങ്ങോട്ടൊക്കെ ഫുൾ കാടാണ്. പക്ഷേ ഏലമൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ആളുകളൊക്കെ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് എൻ്റെ പൂവിടെ ഞാനും എൻ്റെ പൂ മാത്രമേ ഉള്ളൂ. രാവിലെ ഇപ്പം കിട്ടിയതാണ്. കൊള്ളാമല്ലേ. അപ്പം പതിയെ അവിടെ നിന്ന് കാലൊക്കെ നനച്ച് അങ്ങോട്ട് താഴോട്ട് പോവാം. ഇനി താഴോട്ട് പോകാൻ പറ്റുമോ നോക്കണം. ഇവിടെ വഴിയുണ്ടെങ്കിൽ താഴോട്ട് പോവാം. എന്നിട്ട് നമുക്ക് തിരിച്ച് നമ്മൾ ഹോം സ്റ്റേയും കാണിക്കും കാണിച്ചു തരാം. ടൗണിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറി. അതുകൊണ്ട് ഇവിടെ മഞ്ഞൊന്നും ഇറങ്ങും. പക്ഷേ രാവിലെ അത്യാവശ്യം തണുപ്പുണ്ട്. എന്തായാലും കൊള്ളാം. രാവിലെ തന്നെ ഇനിയിപ്പോൾ 2 ദിവസം നമ്മളിവിടെ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഡാമും കാര്യങ്ങളും പിന്നെ ഒരു ടണലൊക്കെ ചിലപ്പോൾ പോകുമെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് അടിപൊളി വിഷ്വൽസ് എടുത്ത് തരാം. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നമുക്ക് കാണാം. പക്ഷെ വലിയ ആവേശത്തിൽ പാറ കയറി വന്നതാണ്. തിരിച്ചിറങ്ങുമ്പോൾ നല്ല ഇറക്കമുണ്ട് കേട്ടോ. ചർക്കയിൽ നിന്ന് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കും. ഓക്കെ സേഫായി. അപ്പോൾ അങ്ങോട്ടൊക്കെ ഉണ്ടോ, അങ്ങോട്ടൊക്കെ അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് 2ആയിട്ട് ഡിവൈറ്റ് ചെയ്താൽ പോകുന്നത്. പക്ഷെ ഇങ്ങോട്ടൊന്നും വെള്ളമില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ കുറച്ച് വെള്ളമുണ്ട്. വെള്ളത്തിനൊക്കെ അത്യാവശ്യം തണുപ്പുണ്ട്. ഇവിടെ ഒരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങോട്ട് വഴി. അപ്പോൾ ഇങ്ങോട്ടുള്ള വഴി കയറി മേളിലോട്ട് പോകും. ഞാൻ ഇറങ്ങി വന്നത് എവിടെയാണ്? അതുവഴിയാണ് ഞാൻ വന്നത്. ഇതുവഴിയാണ് പോകേണ്ടത്. അമ്മേ ഇവിടെ ഒന്നും വെള്ളമില്ല. ഇതുവഴി ഒഴുകുന്നില്ല. എന്നാ നടന്ന് മുകളിലോട്ട് പോവാണ്. അമ്മേ പൂ മാത്രമുണ്ട് കുട്ടി. ഇന്നലെ രാത്രിയാണ് ഇവിടെ വന്ന് എത്തിയത്. അതുകൊണ്ട് എനിക്ക് വേറെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം രാവിലെ തന്നെ നമുക്ക് എടുത്തിറങ്ങാമെന്ന് വെച്ചാൽ ഇങ്ങോട്ടൊരു വഴി കിടപ്പുണ്ട്. ഇങ്ങോട്ട് പോയല്ലേ. മരം എന്തായാലും എണീച്ച് വരാം. സമയം എടുക്കും. പിന്നെ എണീക്കാൻ സമയമുണ്ടല്ലോ. അതേടെ നമ്മൾ ചെമ്പരത്തി ഇങ്ങോട്ടൊക്കെ ഉണ്ടോ ഏലത്തിൻ്റെ തോട്ടമാണ്. ഇങ്ങോട്ട് വീടൊക്കെയാണ്. തണുപ്പായിട്ട് ചെറുതായിട്ട് കിതയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയം. വല്ല പട്ടിയുള്ള വീടാണ്. വല്ല പട്ടി ഉണ്ടെങ്കിൽ ഓടിച്ചിട്ട് കടിക്കും. വേണ്ട, അത് വീഡിയോ അല്ലേ, എൻ്റെ ആണ് അവിടെ. ഡെഡ് എൻ്റെ ആണ്. പക്ഷെ മിസ്റ്റ് ഒന്നും നിങ്ങൾ ഉദ്ദേശിച്ചാലും കിട്ടിയില്ലേ. നമുക്ക് എന്തായാലും വൈകുന്നേരം എങ്കിൽ അത് വരുമെന്ന് നോക്കാം. നമുക്ക് ഇനി ടോപ്പിൽ പോകാനുണ്ട്. പിന്നെ കുറച്ച് ടണലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പറ്റുമോ നോക്കാം. ടണലിൽ പോയാൽ അടിപൊളിയായിരിക്കും. 300 മീറ്റർ താഴെയാണ് ടണൽ. അപ്പോൾ അത് കൊള്ളാം. പിന്നെ ഡാം, ടോപ്പ് വ്യൂ, കുറേ ഉണ്ട് കാര്യങ്ങൾ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് സംസാരിക്കാതെ ഇങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും. നോക്കാം. ഫ്രണ്ട്സിനെ കാണിച്ചു തരാം. ഞാൻ ഏതുവഴി ഇറങ്ങി വന്നേ? ഇതുവഴിയാണ് ഇറങ്ങി വന്നത്. അങ്ങോട്ട് വഴി കിടപ്പുണ്ട്. മാമാർ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയി വല്ലയിടത്തും പോയി കിടക്കുന്നേ. ബൈ അല്ലെങ്കിൽ കൊണ്ടുവച്ചിക്കല്ലേ. അമ്മേ അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച വീട്. ടൗണിൽ നിന്ന് ഒത്തിരി മാറിയിട്ടുണ്ടോ. അങ്ങോട്ടൊക്കെ മഞ്ഞുണ്ടോ. അങ്ങ് ദൂരെയൊക്കെ മഞ്ഞ് കാണുന്നുണ്ട്. പക്ഷെ പണ്ട് നമ്മൾ മൂന്നാർ പറഞ്ഞ പോലത്തെ മഞ്ഞ് കിട്ടിയിട്ടില്ല. കണ്ടോ. ഇതിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. എന്തായാലും അതോട്ട് കയറാം. ടി വി ഉണ്ട്. ഇതുവരെ ഉറക്കം എണീച്ചിട്ടില്ലായിരുന്നു. ഇത്ര നേരമായിട്ട് കിടന്നുറങ്ങിയ പക്ഷെ അവരാരും വന്നില്ല. അവരെല്ലാം നല്ല ഉറക്കം. നല്ല രാത്രി താമസിച്ചാണ്. എന്തായാലും നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് നടക്കാം. നമ്മൾ മെയിൻ റോഡിൽ നടക്കുകയാണ്. ഇങ്ങോട്ട് കാണാനൊന്നുമില്ല. അവിടെ വീട് ഇതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കണ്ട വീട്. ഇങ്ങോട്ട് വേറെ വഴിയൊന്നുമില്ല. ഇങ്ങോട്ട് നോക്കാം. അവിടെ മലയൊക്കെ ഉണ്ടോ മുകളിൽ. ആ വണ്ടിയിലാണ് വന്നത്, ട്രാവലറിൽ. പക്ഷെ ബൈക്കിലൊക്കെ വരാൻ പറ്റിയ കിടില റോഡായിരുന്നു. ഇതിപ്പം ഫ്ലഡ് വന്നിട്ട് ഒലിച്ചു പോയിട്ട് പുതിയതായിട്ട് ചെയ്ത റോഡാണ്. പക്ഷെ അടിപൊളി റോഡ്. മേലോട്ടെല്ലാം ഉണ്ടാകുന്നോ. ഇങ്ങോട്ട് നൂത്ത് നടക്കണുണ്ട്. നടക്കാം.
താഴെ കിടന്നുണ്ടോ, അവിടെ കൂടെയാണ് നമ്മൾ വന്നത്. ഇങ്ങ് ദൂരെ കണ്ടോ മല. എന്തായാലും അങ്ങോട്ട് പോകും, അവിടെ എന്തെങ്കിലും വ്യൂ ഉണ്ടെങ്കിൽ. നടന്ന് കുറച്ച് ദൂരമായി. എന്താണ് നമ്മൾ നിലച്ച് നിൽക്കുന്നത്. ഇവിടെ പകുതി തമിഴും പകുതി മലയാളവും. എനിക്കൊന്ന് ബോർഡർ ആയതുകൊണ്ടായിരിക്കും. അമ്മേ നടക്കാം. ഈ ഓസുകളൊക്കെ എന്താണെന്നറിയാം, ഇതൊക്കെ ഇവിടെ വെള്ളം എടുക്കുന്ന ഓസുകളാണ്. അവിടെ പൊക്കിയും താത്തൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കൊന്ന് ദൂരെ നിന്ന് വരണമാണെന്ന് തോന്നുന്നു. എല്ലാം വെള്ളം പോകുന്നുണ്ട്. ഓരോ വീട്ടുകാർക്ക് വേണ്ടി ഓരോന്ന് എടുക്കുന്നതായിരിക്കും. അങ്ങ് ദൂരെ കണ്ട മല, അതിൻ്റെ മേളിൽ എന്തൊരു വീടുണ്ടെന്ന് തോന്നുന്നു. അവിടെ അല്ല സ്റ്റേ അടിച്ചാൽ മതി. പക്ഷെ ഇങ്ങോട്ടൊക്കെ വീടും സ്ഥലവും എന്താ ആരൊക്കെ എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. എസ്റ്റേറ്റുള്ള വീടാണ്. കൊള്ളാം എന്തായാലും. ഇന്ന് പോകുന്ന സ്ഥലത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റേ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റേ ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റേ കൂടെ ഫോളോ ചെയ്യും കേട്ടോ. പക്ഷേ ഇവിടെ എല്ലാവരും വീട്ടിലും ജാതിക്കാണ്. ജാതി ഉണ്ടോ, ഒരുപാട് പൂത്തിപ്പുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഉണ്ട് അവിടെയൊക്കെ എന്തോ കെട്ടുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങോട്ട് സാധാ റോഡ് തന്നെയാണ്. പക്ഷെ ഇങ്ങോട്ടൊക്കെ താഴെ അരുവിയും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. പക്ഷെ വെള്ളമില്ല. അതുകൊണ്ട് അതുള്ളൂ. നമുക്ക് അതുപോലത്തെ സ്ഥലം എല്ലാം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പം മോർണിംഗിൽ അതിൻ്റെ മുകളിലായിരുന്നെങ്കിൽ എന്നാൽ അവിടെയൊക്കെ വ്യൂ വരുന്നതാണ്. പക്ഷെ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അവിടെ അങ്ങോട്ടൊന്നുമില്ല. അങ്ങോട്ട് ഇതെല്ലാം റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇവിടെ പോസ്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങിയതു. അവരെല്ലാം ഉറക്കമല്ലേ. എന്തായാലും കൊള്ളാം. ബാക്കിൽ കാണുന്ന മലയൊക്കെ ഉള്ളു. ഇങ്ങോട്ട് പോകണം എന്ന് അറിഞ്ഞൂടാ. എന്തായാലും പോകുന്ന സ്ഥലം അടിപൊളി അല്ലെങ്കിൽ അടിപൊളിയാണെങ്കിലും ഞാൻ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്ത് ഇൻസ്റ്റ പോസ്റ്റ്. അപ്പോൾ ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റ ഫോളോ ചെയ്യാം. ഞാൻ പല്ല് കഴിച്ചിട്ടില്ല. അപ്പം പോയി ഫുഡ് കഴിക്കണം, പല്ല് കഴിക്കണം, കുളിക്കണം, ഡ്രസ്സ് മാറ്റണം. കുറച്ച് പരിപാടിയാണ്. 8:30 പോകണം. ഇപ്പം 7:15 അപ്പോൾ നമുക്ക് താഴെ റൂമിൽ പോയിട്ട് കുളിച്ച് സെറ്റായിട്ട് വരാം. ആടിനെയൊക്കെ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതിനുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് നടന്നു പോയിട്ടേ ഉള്ളൂ. അപ്പം ആദ്യമായിട്ട് വണ്ടി കയറി ആടുകളെ കാണാൻ പോവാണ്. ആടോ എന്താണ് ആടിനെ കണ്ടോ? ഇവരൊക്കെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. വരയാടിനെ കാണാൻ പോകുന്നത്. പോയി കണ്ടിട്ട് വരാം. വീഡിയോ എടുത്തത് ഇവളാണ് കേട്ടോ. ഇതാണല്ലേ വരയാട്. ഇതിൻ്റെ ഇറച്ചി അവിടെ കിട്ടും. തിരിഞ്ഞേക്കോ? ഇങ്ങോട്ടല്ലേ, ഇങ്ങോട്ട്. ഫോണെല്ലാം കൂടെ കാണാക്കട. കുഞ്ഞാടൻ അവിടെ എവിടെയുണ്ട്. അവിടെ കയറി പോണ്ടോ? ആണ് വരയാട്. ഇതാണ് സ്ഥലം. മഞ്ഞിറങ്ങുന്നുണ്ട്. എല്ലാവരും എന്താ നടന്നു പോകുന്നുണ്ട്. അതോടെ റെക്കോർഡ് ഇട്ട്
ഇംഗ്ലീഷിൽ വെള്ളം കണ്ടു குட்டியா இருக்கு பாரு. ഇങ്ങോട്ട് നോക്കൂ. ഹലോ മൂന്നാമത്തെ ആട് വെള്ളമില്ല ഇവിടെ. അവിടെ എന്തൊരു ബോർഡുണ്ടായിരുന്നു. ഇവിടെ നിൽക്കടാ. കറക്റ്റ് പാർക്കിൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ ഈ ആടൊക്കെ തന്നെ ആടും മലയും മാത്രം നിന്നത്. കുറേ ആടുകളെ കണ്ടു, ആടിൻ്റെ ഫോട്ടോ എടുത്തു, ഞാൻ തിരിച്ചു തുടങ്ങും. ഭയങ്കര ആളായിപ്പോയി. ആൾ കുറവാണ്, നീ കൊള്ളാം. നീ താഴെ ഇറങ്ങിപ്പോ. ഫോട്ടോ എടുക്കുന്ന ആട്ടുകുട്ടി. വീണ്ടും ആടിൻ്റെ ഫോട്ടോ എടുക്കുന്ന വേറെ ആളാണ്. ഇറങ്ങി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഫുഡ് കഴിഞ്ഞ് എത്തി വടകര. ഫുഡ് കഴിക്കട്ടെ. മഴ പെയ്യുന്നുണ്ടല്ലേ? മഴയുണ്ട്. ആവും വേറെ ഒന്നും പറഞ്ഞില്ല. ചിക്കൻ 65, മീൽസ്, ബിരിയാണി. നല്ല മഴയുണ്ട്. ഇപ്പം മിസ്റ്റ് ഇറങ്ങും. എവിടെയോ എത്തി. എവിടെയാ? ഇപ്പൊ പലയിടത്തിരിക്കാൻ നിങ്ങൾ വന്നിരിക്കത്തില്ലേ? ആ ഷാളൊന്നും ഒരു വിധം തുടക്കാൻ തലകറങ്ങും. എനിക്ക് വിജയസ്ഥാനത്ത് കറങ്ങും. ഞാൻ കറങ്ങും. ഇനി ഞാൻ കറങ്ങി കാണിച്ചു തരാം. നിങ്ങൾ ചാടി ഇറങ്ങി ചറക്ക്, ഉറപ്പായിട്ട് ചറക്ക്. ഇറങ്ങി വീഴുന്നാലേ തല വന്ന് തറ ഇടിക്കും. പറഞ്ഞില്ല എന്നാണ്.
മൂന്നാറിൽ വൈകിട്ടായി 5:30 കണ്ടോ, നമ്മൾ പള്ളിവാസലെത്തി. അയ്യോ, ഇവിടെ നിന്ന് എന്തോ തേയിലപ്പൊടി വാങ്ങിക്കാൻ വേണ്ടി കിടക്കുന്നതാണ്. പള്ളിവാസൽ ടീ സെയിൽ ഔട്ട്ലെറ്റ്. അവർ വാങ്ങട്ടെ. അങ്ങനെ മേളിൽ കണ്ടൊരു കുരിശ് കാണുന്നുണ്ട്. ഉണ്ടാകുന്നു, മേളിലൊന്നും പോകാൻ പറ്റില്ല. വരുന്നു.